നമ്മുടെ കാവുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം? പ്രാണവായുവിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. വീട്ടിൽ കാവുണ്ട്, ജീർണിച്ച അവസ്ഥയിലാണ്. എന്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം കാവിലേക്ക്? ഈ കാവിലെ നാഗരാജാവ് എന്ന് പറയുന്നത് ആ കാവിൻ്റെ പുരുഷസങ്കല്പമാണ്. പക്ഷെ കാലാന്തരത്തിൽ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാട്ടോ. പ്ലേ ഗ്രൗണ്ടുള്ള ഫ്ലാറ്റ്, പാർക്കുള്ള ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു കാവും കൂടിയുള്ള ഒരു ഫ്ലാറ്റ്. ആരാധന വേണമെന്നുള്ളത് പിന്നത്തെ വിഷയം. ഒരു വിളക്ക് വെക്കാനൊരു സ്ഥലം. സർപ്പക്കാവുകളോടുള്ള ഭയം പോട്ടെ ആളുകളുടെ. കാവാണ് ദേവത. തിരുവനി, നമ്മുടെ വീഡിയോയുടെ താഴത്തെ കമൻസ് ആയിട്ടും പലരും വിളിച്ചും ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ കാവുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, എങ്ങനെ പുനരുദ്ധരിക്കാം? കാവുകൾ തന്നെ സ്ഥാപിക്കണം. കാവുകൾ തന്നെ പണിത് തിരിച്ച് ആ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇപ്പോൾ 10 സെൻറ്റ് ആണെങ്കിൽ ഒരു 1/4 സെൻറ്റിൽ അല്ലെങ്കിൽ 1/2 സെൻറ്റിലേക്ക് നമ്മൾ കാവിനെ ഒതുക്കി ആ കാവ് ഉണ്ടാക്കിയെടുത്ത് അവിടെ ചിത്രയോടെ സ്ഥാപിച്ച് വിളക്ക് വയ്ക്കുക. അതിന് വർഷം തോറുമുള്ള പൂജാതി കാര്യങ്ങളോ നേദ്യം എന്തെങ്കിലും വേണേൽ അത് ചെയ്യുക. ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും വാസ്തു കുറേയൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാസ്തുക്കാരനോട് തന്നെ പറഞ്ഞാൽ, അതറിയുന്നവരോട് പറഞ്ഞാൽ ചെയ്യാം. വീടിന് 10 സെൻറ്റിൽ ഒരു വീടിന് കുറ്റിയടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കാവ് ഒഴിവാക്കിയിടാനുള്ളൊരു സ്ഥലം, ഒരു വിളക്ക് വയ്ക്കാനൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവരെ ഈശാനകോണിലോ നിറുതി കോണിലോ ആയിട്ട്, അതായത് കന്നിമൂലയിലോ ഈശാനകോണിലോ വടക്കുകിഴക്കേ മൂലയിലോ ആയിട്ട് അവർ സ്ഥലം കണ്ടെത്തിയിട്ട് ആ സ്ഥലത്ത് അവർ ഒഴിച്ചു തരും, അളവ് തരും, പരിധി. ആ പരിധിക്ക് വെളിയിൽ കാവില്ല. ആ പരിധി വരെ ഉള്ളൂ കാവിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ കയറി നശിപ്പിക്കാതെയും തോന്നിവാസം കാണിക്കാതെയും അവിടെ എന്തെങ്കിലും അഴുക്കും മാലിന്യങ്ങളും കൊണ്ടിടാതെയും അവിടെ കൂട്ടിയിട്ട് കത്തിക്കാതെയും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമുക്കൊരു ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലാണല്ലോ താമസം. അപ്പോൾ ഒരു ഫ്ലാറ്റ് പണിയുന്ന ബിൽഡേഴ്സിന് വേണമെങ്കിലും ഫോളോ ചെയ്യാം. പിന്നെ അപ്പോൾ അവിടുത്തെ ഒരു ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഭൂമിദേവതയെ ആരാധിക്കുന്നത് പോലെയും കൂടെ. ആരാധന എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു നമുക്ക് ഒരു പ്രാണവായുവിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ ഇതിൻ്റെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ സപ്ലൈക്ക് നമ്മൾ ജനറേറ്റർ വയ്ക്കാൻ സ്ഥലം കണ്ടെത്തുന്നുണ്ടെങ്കിലാണോ ഒരു കാവ് വയ്ക്കാൻ സ്ഥലം? ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിടുമ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് ഒരു കാട്, സേക്രഡ് ഗ്രോ എന്നുള്ള രീതിയിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ വലിയ ഗ്രാമങ്ങളുടെ നടുക്കും പട്ടണങ്ങളുടെ നടുക്കുമൊക്കെ അവർ ഇങ്ങനെ ഇതുപോലെ കാടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ അതൊക്കെ വെട്ടിയ കേസാണ്. അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ പറയണത് അത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിനൊക്കെ അതൊരു ലോ ആയിട്ട് വരേണ്ട. അവിടെ ഫോറസ്റ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ വൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കണം എന്ന് വെച്ചാൽ ആ പ്രാണവായുവിൻ്റെ അളവ് അവിടെ ഉണ്ടായിക്കോളും. ഈ വള്ളിച്ചെടികളൊക്കെ ഉണ്ടല്ലോ, കാഞ്ഞിരം വള്ളി, ചിറ്റമൃത വള്ളി പോലെയുള്ള, മുല്ല പോലെയുള്ളതൊക്കെ കയറി കാവായിട്ട് അവിടെ കിടക്കട്ടെ. ആരാധന വേണമെന്നുള്ളത് പിന്നത്തെ വിഷയം. കാവായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുക. കാവാണ് ദേവത. ആരാധന ഇപ്പം എല്ലായിടത്തും പോയി പൂജ കഴിക്കാനും ഫ്ലറ്റൊക്കെ അതൊക്കെ താല്പര്യമുള്ളത് ചെയ്താൽ മതി. നമ്മുടെ കാവ് കളയാതെ നോക്കാമല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രാണവായുവിനെ അപ്പോൾ തോന്നിയവാസം കയറി ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ ഒന്നും ഒന്ന് എടുത്ത് മാറ്റാനും മാറ്റി വയ്ക്കാനും ഒക്കെ അനാവശ്യമായിട്ട് ചെയ്യരുത്. ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, വീട്ടിൽ കാവുണ്ട്, ജീർണിച്ച അവസ്ഥയിലാണ്, എന്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം കാവിലേക്ക്? കാവിൽ പൊതുവേ ഈ മഞ്ചാടി പോലെയുള്ള വൃക്ഷങ്ങൾ, പിന്നെ ഈ വള്ളിച്ചെടികൾ, ഞാനീ പറഞ്ഞ ചെമ്പകം പോലെയുള്ള സുഗന്ധമുള്ള മരങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനം അടയ്ക്കാമരം, അടയ്ക്കാമരം വെച്ച് പിടിപ്പിക്കണം. പിന്നെ ഈ മുല്ല പോലെയുള്ള ചെടികളൊക്കെ കയറ്റിവിടാം. അതുപോലെ ഇലഞ്ഞി, ഞാവൽ ഇതൊക്കെ ആവാം. കൂളം വെച്ച് പിടിപ്പിക്കാം. പിന്നെ വന്നി പോലുള്ള മരങ്ങൾ, പ്ലാശ്, വന്നി പോലുള്ള ദേവവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ഈവൻ മാവ് ഒക്കെ പറ്റും. മാവും പ്ലാവും ഒക്കെ വെച്ച് പിടിപ്പിക്കാനൊന്നും കുഴപ്പമൊന്നും. ചിലയിടത്തൊക്കെ പാലൊക്കെ ആവും. പാലുള്ള വൃക്ഷങ്ങളെല്ലാം നല്ലതായതുകൊണ്ട് എല്ലാം വെച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ തുളസി, തൃത്താവ് എന്ന് പറഞ്ഞാൽ തുളസിയുടെ വലുത്, അതൊക്കെ ആവാം വെച്ച് പിടിപ്പിക്കാം. സാധാരണ നമ്മുടെ ഈ പൂക്കളുണ്ടാവുന്ന ചെടികൾ വെക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു എന്താ അതിന് പറയുന്നത്, വലിയ ദോഷം ചെയ്യാത്ത തരത്തിലുള്ള എല്ലാ ചെടികളും, ഈ ബോഗൻവില്ല പോലെയുള്ളതൊന്നും, മുള്ളുള്ളത് അതൊന്നും വേണ്ട. ഒരുപാട് മുള്ളുള്ള ചെടികൾ വേണ്ട. മുള്ളുള്ളത് പറ്റായി എന്നല്ല, കൂളത്തിനൊക്കെ മുള്ളുണ്ടല്ലോ. അപ്പം അതുപോലെ ഇതിനും വന്നിക്ക് മുള്ളുണ്ട്. ഒന്നും കുഴപ്പമില്ല. അല്ലാതെയുള്ള ചെടികളൊന്നും വേണ്ട. പരമാവധി ഈ കൂടുതലും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൂളമൊക്കെ ഒന്ന് വെളിയിലേക്കാക്കി ഒന്ന് വെക്കാൻ നല്ലത്. അകത്തേക്ക് അധികം കൊണ്ട് വയ്ക്കാതെ കൂളം വന്നിയൊക്കെ വെളിയിൽ തന്നെ വെച്ച് പോകാൻ നല്ലത്. കൂടുതലും ഈ വള്ളിച്ചെടികളങ്ങ് കയറി കിടക്കുന്നതാണ് നല്ലത്. ഇനിയുള്ള കാലത്ത് പനച്ചിമരത്തിൻ്റെ വള്ളി പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാം. അല്ലെ, ഫ്ലാറ്റിലുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ബിൽഡേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സെല്ലിംഗ് പിച്ച് കൂടെയാണ്. ഇനിയുള്ള കാലത്ത് കാവ് കമ്പാറ്റബിലിറ്റി പറഞ്ഞു, ജിമ്മുള്ള ബിൽഡിംഗ് എന്നൊക്കെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, പ്ലേ ഗ്രൗണ്ടുള്ള ഫ്ലാറ്റ്, പാർക്കുള്ള ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കാവും കൂടിയുള്ള ഒരു ഫ്ലാറ്റ്.
നിങ്ങളുടെ അങ്ങോട്ട് പ്രാണനെ കാവിലേക്ക് കയറാതെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കസേരയൊക്കെ ഇട്ടിരിക്കാം, കാറ്റ് കൊള്ളാം, അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായി ശ്വസിക്കാം. അതൊക്കെ വേണ്ടതല്ലേ? സേക്രഡ് ഗ്രോ. ഒരു സേക്രഡ് ഗ്രോ അത്രയേ ഉള്ളൂ. കാവെന്ന് നമ്മൾ പറയുമ്പോൾ, ഭാഷ പറയുമ്പോഴല്ലേ കാവെന്നുള്ള വാക്ക് പെട്ടെന്ന് സർപ്പവും യക്ഷിയും ഗന്ധർവനും നാഗക്കളങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അല്ലെന്നേ, അതൊരു സാധാരണ ഒരു കാവ്, ഒരു കാട്, അങ്ങനെയുള്ളൂ. സേക്രഡ് ഗ്രോ, ഒരു പരിശുദ്ധമായ ഒരു സങ്കേതം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ ആരാധനയെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യം എവിടെയെങ്കിലും നിർബന്ധമായിട്ടുണ്ടോ? ഇല്ല, വേണമെങ്കിൽ ചെയ്യാം. നിലവിൽ കാവ് ഉള്ളിടത്തൊക്കെ ആരാധന വേണം. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പുതിയതായിട്ടുണ്ടാക്കുന്നിടത്തൊന്നും ആരാധന ഇല്ലെങ്കിലും കാവായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പുതിയതായിട്ടൊന്നും പ്രതിഷ്ഠിക്കുന്നില്ലല്ലോ അവിടെ. ഇല്ല. പക്ഷെ കാലാന്തരത്തിൽ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം. കാലാന്തരത്തിൽ ചിലപ്പോൾ അവിടെ ഒരു ദേവതാ സാന്നിധ്യം ഉണ്ടായി, അങ്ങനെയൊക്കെ വരാം. നമുക്കറിയാൻ സാധിക്കും അത്. പിന്നെ ഈ കാവിൽ ആൾക്കാർ പറയും ഞങ്ങളുടെ കാവിൽ സർപ്പമില്ല. അപ്പം സർപ്പമല്ല, അത് ഈ കാവിൻ്റെ ഒരു പുരുഷ പ്രകൃതി സമന്വയമുണ്ട്. രണ്ടും ഉണ്ട് അവിടെ, പുരുഷൻ്റെയും പ്രകൃതിയുടെ സമന്വയമുണ്ട്. അതിൽ ഈ കാവിലെ നാഗരാജാവ് എന്ന് പറയുന്നത് ആ കാവിൻ്റെ പുരുഷ സങ്കല്പ, നാഗേക്ഷി സങ്കല്പം എന്ന് പറയുന്നത് കാവിൻ്റെ സങ്കല്പമാണ്, ഫെമിനൈൻ സങ്കല്പമാണ്. ക്രിയേഷൻ്റെ 2 പാർട്ടും. 2 പാർട്ടാണ്. അതിനെയാണ് അങ്ങനെ കണക്കാക്കുന്നത്. അപ്പം വാസുകിയാണോ അനന്തനാണോ ശങ്കപാലനാണോ ഞങ്ങളോട് ഇരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ഇല്ല അവിടെ, ഇറലവൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ആ പ്രദേശത്തെ നാഗരാജാവാണ്, അവിടുത്തെ നാഗരാജാവാണ്. പിന്നെ അതെല്ലാം കണക്റ്റഡാണ്. കാവുകളെല്ലാം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ഇവിടെ ചെയ്താൽ അവിടെ വരും, അവിടെ ചെയ്താൽ ഇവിടെ ഒക്കെ. മറ്റ് ദേവതകളെ പോലെ അല്ല, ഒരു വ്യക്തിത്വമല്ല അവിടെ. അതിനൊരു വേറൊരു കലയാണ്, ഒരു ആയിട്ടുള്ളൊരു കലയാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ്. പ്രകൃതി തന്നെയാണ്, സൂക്ഷ്മാംശത്തിലെ പ്രകൃതിയാണ് നമ്മൾ ഈ ആരാധന എല്ലാം. മലയാള തന്ത്രം, ഭാരതീയ തന്ത്രവിദ്യ മുഴുവനും ഈ പ്രകൃതി ആരാധനയല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമുക്ക്? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രകൃതിയിൽ ഈ ദേവതകൾ കുടികൊള്ളുന്നു. നിങ്ങളുടേതായ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇരുമ്പിനെയും ചെമ്പിനെയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മോൾഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ദേവതകളെ സൂക്ഷ്മതലത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവരോട് പറഞ്ഞാൽ അവർ പ്രവർത്തിക്കും. അപ്പോൾ കാവ് സംബന്ധിച്ച് നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടാണ് കിട്ടുന്നത്. പ്രാണനെ ഉദ്ധരിക്കാൻ, എനർജി സോഴ്സുകളെ ഉപയോഗിക്കാൻ ഒക്കെ ഉള്ള അവസരങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മൾ എത്ര വലിയ ബിൽഡേഴ്സ് ആണെങ്കിലും ഒരു കാവും കൂടെ ഉള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാവട്ടെ. ഈ കോൺക്രീറ്റ് വനങ്ങൾക്കുള്ളിൽ ശരിയായ വനങ്ങളുണ്ടാവും. ഇപ്പം നിലവിൽ ബിൽഡേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലം വാങ്ങി കാവ് ഒഴിപ്പിച്ചിട്ടാണ് പണിയുന്നത്. അതെ, അങ്ങനെ ചെയ്യാതെ കാവിനെ ഒരു സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബിൽഡിങ് പണിയേ. ഈ സർപ്പക്കാവുകളോടുള്ള ഭയം പോട്ടെ ആളുകളുടെ. ഇപ്പം സർപ്പക്കാവുള്ള ഭൂമിയാണെങ്കിൽ അത് ഒഴിപ്പിച്ചിട്ട് JCBക്ക് മാന്തിയാലേ ഞങ്ങൾ സ്ഥലം വാങ്ങുമെന്നും പറഞ്ഞാൽ ബലം പിടിക്കുന്നത്. ഞാൻ സ്ഥലം വാങ്ങാൻ നടന്നപ്പോൾ സർപ്പക്കാവ് ഉണ്ടോയെന്നാണ് ചോദിച്ചിരുന്നത്. ഉണ്ടെങ്കിൽ എനിക്ക് തരണേന്നോ. വലിയൊരു കാവുള്ള സ്ഥലം ഞാനിവിടെ പോയി കണ്ടു. നമ്മുടെ കൊല്ലം അടുത്തേക്ക് പോകുന്ന വഴിക്കൊരു കാവ്. എന്താ ഒരു കാവ്! ആ സ്ഥലം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഇത് കൊടുക്കുന്നു? അപ്പോൾ ഈ 4 വഴി പല അവകാശികളും എല്ലാം കൂടെ, അതായത് എൻ്റെ വണ്ണമുണ്ട് വള്ളിക്കൊക്കെ, അതിനകത്ത് വള്ളികൾക്കൊക്കെ ഇത്ര വണ്ണമുണ്ട്. വലിയ വള്ളി, ഒരു വർഷത്തെ 1000 കൊല്ലത്തെങ്കിലും പഴക്കമുള്ള കാവ്. മനസ്സുകൊണ്ട് വിചാരിച്ചത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഒരു പറയുന്ന അന്നത്തെ എമൗണ്ട് നമ്മളുമായിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ടും ഒഴിവായി പോയത്. എന്തായാലും ഇതൊരു മൂവ്മെൻ്റായി മാറട്ടെ, നമുക്ക് പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാൻ. സന്തോഷം.